നമസ്കാരം, എല്ലാവർക്കും ട്രാവോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാവോ ഇന്ന് വന്നിട്ടുള്ളത് ബാംഗ്ലൂരിലെ യേനപ്പയ്യ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷത്തെ, അതായത് 2024-25 വർഷത്തെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് പേര് താഴെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നെഗറ്റീവ്സ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫോം ചെയ്തിട്ടുള്ളത്, ബാംഗ്ലൂരിലെ ഒരു കോർപ്പറേറ്റ് കൾച്ചറിൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭാരതിയാർ സിറ്റിയിലുള്ള യേനപ്പയ്യ യൂണിവേഴ്സിറ്റി വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ പുറകിൽ വന്നിട്ട് ഒരുപാട് പേര് എവിടെയാണ് ക്യാമ്പസ് ഉള്ളത്, ഒരു ബിൽഡിങ്ങിന്റെ മുകളിലുള്ള ഒരു ബിൽഡിങ്ങിലുള്ള ക്യാമ്പസിനാണോ നിങ്ങൾ ക്യാമ്പസ് ലൈഫ് എന്നൊക്കെ പറയുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് നെഗറ്റീവ്സ്. അതുപോലെ ഭാരതിയാർ സിറ്റി കാണിച്ചിട്ടാണോ യേനപ്പയ്യ യൂണിവേഴ്സിറ്റിയെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, ഒരു കോർപ്പറേറ്റ് കൾച്ചറിൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നുള്ളതാണ്. അതായത് ഒരു കോർപ്പറേറ്റ് കൾച്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയാ, ഒരു വലിയ IT കമ്പനികൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു വലിയ IT പാർക്കുകൾ, ബിസിനസ് പാർക്കുകൾ, അതിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ, നല്ല ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളുണ്ടാകും. അതിൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിലായിരിക്കും നമ്മളുടെ ഓഫീസ് ഉണ്ടാകുക. അവിടെയാണ് നമ്മൾ പോയി വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ ഓഫീസ് ആ ഒരു ബിസിനസ് പാർക്കിലായിരിക്കും. അപ്പൊ നമ്മൾ പോകുന്നു, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ, ആ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് എന്നും ഉണ്ടാവും. നമ്മുടെ ഓഫീസിൽ പോകുന്നു, ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് ഒരു കോർപ്പറേറ്റ് കൾച്ചർ. അപ്പോൾ ഒരു കോർപ്പറേറ്റ് കൾച്ചറിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് യേനപ്പയ്യ യൂണിവേഴ്സിറ്റി. എല്ലാ രീതിയിലുള്ള അക്കാഡമിക്സ് ക്വാളിറ്റിയും, യേനപ്പയ്യ യൂണിവേഴ്സിറ്റി അറിയാം, മംഗലാപുരത്തെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതിന്റെ ബാംഗ്ലൂർ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അക്കാഡമിക് ക്വാളിറ്റിയിലും മറ്റുമൊന്നും ഒരു കോംപ്രമൈസും ഇല്ലാത്ത നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, അക്കാഡമിക് ക്വാളിറ്റിയിലും മറ്റ് എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളിലൊക്കെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് യേനപ്പയ്യ യൂണിവേഴ്സിറ്റി. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നെഗറ്റീവ് എന്ന് കുട്ടികൾ പറയുന്നത്, ഒരു യേനപ്പയ്യ യൂണിവേഴ്സിറ്റിയുടേതായിട്ടുള്ള ഒരു ഓൺ ക്യാമ്പസ് ഇല്ല. ഭാരതിയാർ സിറ്റിയിലാണ് യേനപ്പയ്യ യൂണിവേഴ്സിറ്റി റൺ ചെയ്യുന്നത്. ഭാരതിയാർ സിറ്റി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ IBM പോലെയുള്ള കോർപ്പറേറ്റ് കമ്പനികൾ റൺ ചെയ്യുന്ന, ഭാരതിയാർ മോൾ പോലെയുള്ള മാളുകളുള്ള, PVR സിനിമാസ് പോലെയുള്ള, നിക്കു ഹോംസ് പോലെയുള്ള റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയിൽ സ്വാഭാവികമായിട്ട് അവിടെ യൂണിവേഴ്സിറ്റിയുടേതായ ഓൺ ക്യാമ്പസ് അല്ല, യൂണിവേഴ്സിറ്റി മാത്രമല്ല അവിടെ ഉണ്ടാകുക എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഒരു കമ്മ്യൂണിറ്റി കൾച്ചർ ഉണ്ടാവും. ആ കൾച്ചറിൽ നിന്നുകൊണ്ടാണ്, അതുകൊണ്ടാണ് നമ്മൾ അതിനൊരു കോർപ്പറേറ്റ് കൾച്ചർ എന്ന് പറയുന്നത്. ആ കൾച്ചറിൽ നിന്നുകൊണ്ടാണ്. അല്ലാതെ മറ്റു കോളേജുകൾ കാണുന്നത് പോലെ നമുക്ക് തോന്നിയതുപോലെ ഇറങ്ങി നടക്കാനും അല്ലെങ്കിൽ തോന്നിയതുപോലെ ക്യാമ്പസിന് ചുറ്റും എല്ലാ നല്ലതായതും മോശമായ രീതിയിലുള്ള കൾച്ചറുകളിലൂടെ ഒന്നും പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ഒരു കോർപ്പറേറ്റ് കൾച്ചറിൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഭാരതീയ സിറ്റിയിൽ റൺ ചെയ്യുന്ന യേനപ്പയ്യ യൂണിവേഴ്സിറ്റിയുടെ ബാംഗ്ലൂർ ക്യാമ്പസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ്. 2024-25 വർഷത്തെ അഡ്മിഷൻ പ്രോസസ്സ് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ, നിങ്ങളുടെ സീറ്റുകൾ പ്രീ ബുക്ക് ചെയ്തോളൂ. എല്ലാ കോഴ്സുകളും അവൈലബിൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ഭാരതീയ സിറ്റി റൺ ചെയ്യുന്ന യേനപ്പയ്യ യൂണിവേഴ്സിറ്റി.